ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഞാൻ ഇന്നൊരു പുതിയ സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു അടിപൊളി സീരീസാണ്. ഇപ്പോൾ എൻ്റെ ഫീഡ് ഷോർട്സ് ഒക്കെ തുറക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷോർട്സ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെയാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് വീക്ക് ഹീറോ ക്ലാസ് 1 ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്ലോട്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഹീറോ ഒരു പാവം പയ്യനായിരുന്നു. പഠിക്കുക, വീട്ടിൽ പോവുക, സ്കൂളിൽ വരിക, വീണ്ടും പഠിക്കുക, അങ്ങനെ പോകുന്ന ഒരു പയ്യനെ കുറച്ചുപേരും കൂടെ ചേർന്ന് ബുള്ളി ചെയ്യാണ്. അവൻ എക്സാം എഴുതാൻ സമ്മതിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആകെ മാറിപ്പോവാണ് കേട്ടോ. ഒരു പഠിക്കുന്ന പാവം പയ്യനിൽ നിന്ന് ഹീറോ എന്നൊക്കെ പറയാം. ഹീറോ എന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി ഗുണ്ടായിസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവൻ അറിഞ്ഞുകൊണ്ട് ആരെയും പോയി ഉപദ്രവിക്കത്തൊന്നുമില്ല. അവൻ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ തിരിച്ചു ഉപദ്രവിക്കത്തുള്ളൂ. പിന്നെ അവൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു 2 കൂട്ടുകാരെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിന്റെ എല്ലാ കഥയും കേൾക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. കഥയുടെ ആരംഭത്തിൽ കുറെ പിള്ളേർ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. ആ ക്ലാസ് റൂമിൽ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് ആ ആൻസറിന്റെ, അതായത് എക്സാം എഴുതിയ ആൻസർ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാം അടയാളപ്പെടുത്തി നമ്മുടെ ഹീറോ അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക് അവിടെ തൊട്ട് ഹീറോ ആൻസർ ചെയ്തിട്ടില്ല. എന്താണെന്നറിയില്ല. അപ്പം അവൻ ഡെസ്കിലിട്ട് ഒരടി അടിയാണ്. ഇത് കേട്ടപ്പം അവിടെ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവനെ തന്നെ നോക്കുകയാണ്. ഇതേ നേരം ഹീറോ എണീറ്റ് ബാക്കിലോട്ട് നടന്നു പോവാണ്. എന്നിട്ട് ബാക്കിലിരുന്ന് ഒരുത്തനെ ചെന്നിട്ട് ഒരു ബുക്ക് കൂടെ എടുക്കുകയാണ്. ആ ബുക്ക് എടുത്ത് തലയ്ക്ക് അടിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായിട്ട് 13 ദിവസത്തിന് മുമ്പാണ് കാണിക്കുന്നത്. അതായത് ഈ എക്സാം നടക്കുന്നതിന് 13 ദിവസം മുമ്പ്. അപ്പൊ നമ്മുടെ ഹീറോയുടെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ തന്നെ പഠിക്കുക, ഉറങ്ങുക, കഴിക്കുക, ഇതേ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് പോകുന്നത്. സ്കൂളിൽ വരുന്നു, പഠിക്കുന്നു, വീട്ടിൽ പോകുന്നു, അങ്ങനത്തെ രീതിയിൽ എപ്പം നോക്കിയാലും പഠിത്തമാണ്. പഠിച്ചുകൊണ്ടാണ് ഫുഡ് വരെ കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് മാത്തമെറ്റിക്സിൽ പ്രൈസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഏതോ മത്സരം പങ്കെടുത്ത സമയത്ത് ഫസ്റ്റ് പ്രൈസ് ആണ്. സെക്കൻഡ് പ്രൈസ് ആ ക്ലാസ്സിൽ തന്നെ ഒരു റൗഡി പയ്യനാണ്. നമുക്ക് റൗഡി പയ്യൻ എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മുടെ ഹീറോ പ്രൈസ് വാങ്ങാൻ നേരത്ത് ആരും വലിയ മൈൻഡ് ഒന്നും ആക്കുന്നില്ല. ഇതേ നേരം മറ്റേ റൗഡി പയ്യൻ പ്രൈസ് വാങ്ങുന്ന നേരം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് സെക്കൻഡ് ആണ് കേട്ടോ. ഫസ്റ്റ് വാങ്ങിച്ച ആളിന് ഇത്രയും കൈയടിയില്ല. എല്ലാവരും സൈലന്റ് ആയിരുന്നു. ഇതിനുശേഷം ക്ലാസ്സിൽ ഈ റൗഡി പയ്യനും കൂട്ടുകാരും കൂടെ വേറൊരു പാവം പയ്യനെയാണെങ്കിൽ ബുള്ളി ചെയ്യാണ്. അവനെ നിർത്തി ഡാൻസ് കളിപ്പിക്കുക, അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അങ്ങനെയൊക്കെ ചെയ്യാണ്. എന്നിട്ട് അവനെയാണെങ്കിൽ എന്തോ സാധനം, അതായത് യുവമാർക്ക് കഴിക്കാൻ എന്തോ വാങ്ങാൻ പറഞ്ഞു വിടുകയാണ്. ഇതേ നേരം നമ്മുടെ ഹീറോ ഫ്രണ്ടിലിരുന്ന് പഠിക്കുകയാണ്. അവൻ പഠിത്തം മാത്രമാണ്, ആരുടെ കാര്യത്തിലും ഇടപെടാനും ഒന്നുമില്ലാതെ അവൻ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പഠിക്കുകയാണ്. ഇതേ നേരം ഈ റൗഡി പയ്യൻ ഇത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. അവനാണെങ്കിൽ കൂട്ടുകാരൻ്റെ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് അവന്റെ മുതുകത്തിട്ട് ഒരു അടി അടിക്കുകയാണ്. പക്ഷെ ഹീറോ പ്രതികരിക്കുന്നൊന്നുമില്ല. അവൻ പറയാ നോക്കിയും കണ്ട് നടക്കാൻ പറയും, സൂക്ഷിച്ച് നടക്കാൻ പറയും. അപ്പൊ ഇത് കേൾക്കുമ്പം ഈ റൗഡി പയ്യന് ദേഷ്യം വരും. അവൻ പറയും ഞാൻ അറിയാതെ ചെയ്തതാ, എന്നിട്ട് എൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ പറയുന്നത് എന്തിനാന്ന് ചോദിക്കും. നമുക്കറിയാം ഈ റൗഡി പയ്യൻ അതൊരിക്കലും അറിയാതെ ചെയ്തതല്ലാന്ന്, അവൻ മനഃപൂർവ്വം ചെയ്തതാണ്. എന്നിട്ട് ഈ റൗഡി ആണെങ്കിൽ ഹീറോനെ വിരട്ടാണ് അവന്റെ ഫ്രണ്ടിൽ നിന്നിട്ട്. ഈ ഹീറോയ്ക്ക് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. അവനും മൈൻഡ് ആക്കാതെ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇതേ നേരം ക്ലാസ്സിലോട്ട് കുറെ ടീംസ് വരുവാണ്. ബേസ്ബോൾ കളിക്കുന്ന കുറെ ടീംസ്. അവർ വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് ഇന്ന ആൾ ആരാണെന്ന്. അതായത് നമ്മുടെ ബഡ്ഡിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ആളെ ഇപ്പൊ മനസ്സിലാക്കാം. നമുക്ക് ബഡ്ഡി എന്ന് പറയാം. പുള്ളിക്കാരന്റെ പേര് അൻസു എന്നാണ്. നമുക്ക് ബഡ്ഡി എന്ന് പറയാം. പേരെല്ലാം കൂടെ ആയാൽ നല്ല കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അപ്പൊ അവര് വന്നിട്ട് ഈ ബഡ്ഡീനെ തിരക്കുകയാണ്. ഈ ബഡ്ഡി ആണെങ്കിൽ ക്ലാസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഉറങ്ങാനാണ്. അവൻ അവിടെ കയ്യിൽ എന്തോ ഒരു പാവ പോലത്തെ സാധനം, ഒരു തലയണയെന്നൊക്കെ പറയാം, പില്ലോ, അതൊക്കെ കയ്യിൽ വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പൊ ഈ ബേസ്ബോൾ ടീമിൽ മെയിൻ ആയിട്ട് ഒരുത്തനുണ്ട്. അവന്റെ പെണ്ണിനെ അവൻ എന്തോ പറഞ്ഞെന്നോ അടിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. ഈ ബഡ്ഡി ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഫ്രണ്ടിലിരിക്കുന്നവന്റെ അടുത്ത് നേരെ ചോദിക്കുന്നത് ഫുഡ് ആയോന്നാണ്. അപ്പൊ ആളുടെ സ്വഭാവം മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാന്ന്. ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അവന്റെ കാര്യം നോക്കി പോവാ, അങ്ങനെ ഒരാളാണ്. വലിയ പ്രശ്നക്കാരനൊന്നും അല്ല കേട്ടോ. അപ്പൊ ബേസ്ബോൾ ടീമിലെ അവൻ നീ എന്തിനാ എന്നെ പെണ്ണിനെ ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അടിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേ നേരം ബഡ്ഡി പറയും ഞാൻ അവളൊന്നും പറഞ്ഞിട്ടില്ല, അവൾ എന്റെ ടൈപ്പ് അല്ലാന്ന്. ഇത് കേട്ടപ്പം ആ ബേസ്ബോൾ ടീമിൽ അവന് ദേഷ്യം വന്നിട്ട് ആ ബേസ്ബോൾ ബാറ്റുമായിട്ട് അവനെ അടിക്കാൻ വരികയാണ്. എന്നിട്ട് അവനെ അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒറ്റ അടി പോലും അവന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. അവനാണെങ്കിൽ അവനെ തിരിച്ചൊന്നും അടിക്കുന്നില്ല. അവൻ ദേഹം ഉപദ്രവിച്ചിട്ടല്ല ഈ ബഡ്ഡി അവന്മാരെ അടിക്കുന്നത്. അവന്മാരാണെങ്കിൽ ബേസ്ബോൾ ബാറ്റ് ഇട്ടാണ് അടിക്കുന്നത്. ഒറ്റ അടിയും കൊള്ളുന്നില്ല. അവനാണെങ്കിൽ എല്ലാത്തിനെയും അടിച്ച് ഫ്ലാറ്റ് ആക്കാണ്. പ്രത്യേകിച്ച് മറ്റേ മെയിൻ ആയിട്ടുള്ള ഒരു തന്നെ, അതായത് ബേസ്ബോൾ ടീമിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു തന്നെ അവനെ ഒരു ബുക്ക് വെച്ച് അടിച്ച് തറയിടുകയാണ്. എന്നിട്ട് അവന്മാരുടെ അടുത്ത് പറയാണ് എടുത്തോണ്ട് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകാൻ പറയും. അപ്പോൾ ഈ ഫൈറ്റിന്റെ ഇടയിൽ ഹീറോന്റെ ഒരു പെൻസിൽ നിറച്ച പൗച്ച് തറയെ തള്ളിയിടുകയാണ്. അപ്പൊ ബഡ്ഡിക്ക് മനസ്സിലായി അവന്റെ തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് അവനാണെങ്കിൽ ആ പൗച്ച് എടുത്ത് ഹീറോയ്ക്ക് തിരിച്ചെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും പിന്നെ കാണിക്കുന്നത് ഹീറോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നേക്കുകയാണ്. അവിടെ അവനും അവന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ഛനെ അവനെ ആലോചിച്ചിട്ട് നല്ല അഭിമാനമാണ്. കാരണം നല്ല പഠിക്കുന്ന പയ്യനാണ്, വേറെ ശല്യമൊന്നുമില്ല, സ്കൂളിൽ പോവാ പഠിക്കുക, അങ്ങനെയുള്ള പയ്യനാണ്. അപ്പോൾ ഈ അച്ഛനാണെങ്കിൽ ഒരു ബിസിനസ് ട്രിപ്പിന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. 3 ദിവസം കണ്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ബിസിനസ് ട്രിപ്പിന് പോവാണ്. ഈ ഹീറോയുടെ അമ്മ മരിച്ചു പോയെന്ന് തോന്നുന്നു. കാരണം ഹീറോ ആണെങ്കിൽ ഹീറോന്റെ അമ്മയുടെ ക്ലാസ് ആണ് ലാപ്ടോപ്പ് നോക്കിയിട്ട് കാണുന്നത്. അപ്പൊ അതിനകത്ത് ഹീറോന്റെ അമ്മ പറയുന്നുണ്ട് എന്റെ മകനെ ഫോഴ്സ് ചെയ്യാതെ തന്നെ അവൻ പഠിച്ചോളൂ എന്ന്. അതായത് ഹീറോനെ പറ്റിയാണ് കേട്ടോ, അത് സത്യമാണ് പറയുന്നത്. അങ്ങനെ പിറ്റേന്ന് ഹീറോ ക്ലാസ്സിൽ വരാണ്. ക്ലാസ്സിൽ വന്ന് നോക്കുന്ന നേരത്ത് മറ്റേ ബഡ്ഡി അവിടെ കിടന്ന് ഉറങ്ങാണ്. ബഡ്ഡി വീട്ടിലൊന്നും പോകത്തില്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ 3 ബെഞ്ച് പിടിച്ചിട്ടിട്ട് അതിന്റെ മണ്ടയിലാണ് കയറി കിടന്ന് ഉറങ്ങുന്നത്. ഇതേ നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ ചെന്ന് കർട്ടണൊക്കെ തുറന്നിട്ട്
എടുത്തിട്ട് അവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. കുറെ നേരം പഠിക്കുന്നുണ്ട്. എല്ലാ പിള്ളേരും വരണേന് മുമ്പ് ആദ്യം വന്നിട്ട് അവൻ അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ ക്ലാസ് ഒക്കെ കുറെ നേരം കഴിയുന്ന നേരത്ത് ഈ ഹീറോന്റെ ഒരു ബുക്ക് കാണാനില്ല. അവൻ ബാഗിൽ തപ്പുന്ന നേരത്ത്. അപ്പൊ അത് ആരാ എടുത്തതെന്ന് മനസ്സിലായല്ലോ. അത് ആ റൗഡി പയ്യന്മാരാണ് എടുത്തത്. പക്ഷെ ഹീറോ ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇതിനുശേഷം അവന്മാരെല്ലാരും കൂടെ PT പോവാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയൊന്നുമല്ല. അവന്മാരെ ഫിസിക്കലായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അവിടെ പ്രത്യേക ഒരു സാറൊക്കെ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട്. അവരെ ഗ്രൗണ്ടിലിട്ട് ഓടിക്കുകയാണ് കേട്ടോ. അതിനകത്ത് ഏറ്റവും സ്പീഡിൽ ഓടുന്നതും നല്ല സ്റ്റാമിന ഉള്ളതും ബഡ്ഡീനാണ്. എന്നാലും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഏറ്റവും പിറകിലാണ് കേട്ടോ. ഒട്ടും സ്റ്റാമിന ഇല്ലാതെ പതിയെയാണ് ഓടി വരുന്നത്. അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ക്ഷീണമുണ്ട് അവന്. ഈ ബഡ്ഡി ആണെങ്കിൽ ഓടിക്കഴിഞ്ഞിട്ട് സ്റ്റെപ്പിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഈ റൗഡി പയ്യന്റെ കൂട്ടത്തിലുള്ള കുറെ അവന്മാര് അവനെ കളിയാക്കുന്നുണ്ട്, സോംബി എന്നൊക്കെ വിളിച്ചിട്ട്. അവൻ ഓടുന്ന രീതി കണ്ടിട്ട്. അപ്പൊ ഈ ബഡ്ഡി ആണെങ്കിൽ ഒരു ഷൂ എടുത്തിട്ട് അവൻ എറിഞ്ഞിട്ട് പറയാം ആ ഷൂ എടുത്തോണ്ട് വരാം. അങ്ങനെ ഈ റൗഡി പയ്യന്മാരുടെ കൂടെ നിന്ന് അവനാണെങ്കിൽ ആ ഷൂ എടുത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവനോട് ബഡ്ഡി പേര് ചോദിക്കുകയാണ്. അല്ലാതെ വേറൊന്നും അവൻ പറയുന്നൊന്നുമില്ല കേട്ടോ. ഈ ബഡ്ഡി അത്യാവശ്യം മാന്യതയുള്ള ആളാണ്. ആരെ ബുള്ളി ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും അവനെ പേടിയാണ്. പ്രത്യേകിച്ച് റൗഡി പയ്യന്മാർക്ക് വരെ അവനെ പേടിയാണ്. ഇതിനുശേഷം ഈ റൗഡി പയ്യന്മാര് റെസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം അങ്ങോട്ട് ഹീറോ വന്നിട്ട് യവന്മാരെടുത്ത് അവന്റെ ടെക്സ്റ്റ് ബുക്ക് ചോദിക്കുകയാണ്. എന്നാൽ യവന്മാർ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇവനെ പിടിച്ചിട്ട് അടിക്കാനായിട്ട് ഫിറ്റിയിൽ ചേർക്കുകയാണ്. എന്നിട്ട് അവന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് നന്നായിട്ട് അമർത്തി ഞെക്കുകയാണ്. അപ്പൊ ഇവന് ശ്വാസം വിട്ടിട്ട് നിൽക്കാൻ വയ്യ. അവനാണെങ്കിൽ ഇപ്പൊ മരിക്കത്തില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേ നേരം കുറെ പിള്ളേര് അങ്ങോട്ട് കുറച്ച് സാറന്മാരെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഒരു സാറിനെ. എന്നിട്ട് ഇവന്മാരെ പിടിച്ച് മാറ്റുകയാണ്. ഇവന്മാരടുത്ത് മാറി നിൽക്കാൻ പറയാണ്. ഇതേ നേരം ഈ റൗഡി അവന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ നിനക്ക് കോളേജിലോട്ട് പോകുമ്പോൾ നിന്റെ സ്കോർ കുറയുന്നു. അതായത് എനിക്ക് തോന്നുന്നു സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അങ്ങനെ എന്തോ സ്കോർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് പേടിച്ചിട്ട് ഹീറോ പറയും നമ്മൾ കളിച്ചതാ, അല്ലാതെ വേറൊന്നുമല്ല, ഫൈറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് സാറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ മാർക്കിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനുശേഷം സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നേരം ആരോ വന്ന് ഡോറിൽ കൊട്ടാണ്. ചെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, അത് ബഡ്ഡിയാണ് കേട്ടോ. ബഡ്ഡി രാത്രി സമയങ്ങളിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എന്താണെന്നറിയില്ല, അവന്റെ പേരൻസ് എവിടാന്നും അറിയില്ല. ഇതേ നേരം ബഡ്ഡി ആണെങ്കിൽ നല്ല കമ്പനി ആയിട്ട് അവന്റെ അടുത്ത് പെരുമാറാണ്. എന്നാൽ ഈ ഹീറോയ്ക്ക് വലിയ കമ്പനിയൊന്നും ആയിട്ടില്ല അവന്. എന്നിട്ട് ഈ ബഡ്ഡി വീട്ടിലോട്ട് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് ആ വീട്ടിന്റെ തറയിലിരുന്നിട്ട് ഹീറോനോട് പറയാണ് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമെന്ന്. അങ്ങനെ ഹീറോ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് കുടിക്കാനായിട്ട്. ഇതിനുശേഷം ബഡ്ഡി വെള്ളമൊക്കെ കുടിച്ചിട്ട് അവനോട് പറയാണ് ഞാൻ നിനക്ക് നാളെ 3 ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു തരുമെന്ന്. പക്ഷെ ഈ ബഡ്ഡി ആണെങ്കിൽ വീട് മാറി കയറി വന്നതാണ്. അതായത് ഫുഡ് ഓർഡർ കൊടുക്കേണ്ടത് വേറൊരു വീട്ടിലായിരുന്നു, ഈ വീട്ടിലല്ല. എന്നാലും അവൻ വെള്ളം കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്തായാലും പിറ്റേന്ന് ക്ലാസ് റൂമിൽ കാണിക്കുകയാണ് കേട്ടോ. ക്ലാസ്സിൽ പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട്. അവനെ നമുക്ക് കണ്ണാടി പയ്യൻ എന്ന് പറയാം. ബോഡി ഷെയ്മിങ് എന്ന് വിചാരിക്കല്, കുറെ പേരുകൾ പറഞ്ഞാൽ എന്തായാലും കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമുക്ക് കണ്ണാടി പയ്യൻ എന്ന് പറയാം. അപ്പൊ ടീച്ചർ ഈ കണ്ണാടി പയ്യനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഏതോ ഒരു വലിയ സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിരിക്കുന്നത്. ഇവൻ നല്ല പൈസയുള്ള വീട്ടിലെയാണ്. അപ്പൊ ബെഞ്ചിൽ പോയിരിക്കുന്ന നേരം ഈ റൗഡി പയ്യന്മാർ അവനെ ചെന്ന് പരിചയപ്പെടുകയാണ് കേട്ടോ. അവൻ ആ സ്കൂളിലാണോ പഠിച്ചത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് വേറെ ഏതോ ഒരു പയ്യന്റെ പേര് പറഞ്ഞിട്ട് അവനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇതേ നേരം കണ്ണാടി പയ്യൻ പറയാണ് അവനെ എനിക്ക് അറിയില്ല എന്ന്. അപ്പൊ ഈ റൗഡി പയ്യനാണെങ്കിൽ നമ്മുടെ ഹീറോന്റെ ബെഞ്ചിലിരുന്നിട്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത്. ഇതേ നേരം ഹീറോ അങ്ങോട്ട് വന്നിട്ട് പറയാണ് ബെഞ്ചിൽ നിന്ന് മാറാൻ. എന്നാൽ ഈ റൗഡി ആണെങ്കിലും മാറുന്നില്ല, അവനെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണ്. ഇതേ നേരം ആ ഡെസ്കിലിരുന്ന ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പേന എടുക്കുകയാണ് ഹീറോ. എന്നിട്ട് അവനെ കുത്താൻ നിൽക്കുന്ന നേരം ഈ റൗഡി പയ്യൻ വിട്ടുകൊടുക്കുന്നില്ല. അവനും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതേ നേരം ബഡ്ഡി എണീക്കുകയാണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന്. പുള്ളിക്കാരൻ രാത്രിയെല്ലാം ജോലി ചെയ്തിട്ട് പകലാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ പോകുന്ന അവന് ഇവർ ഈ ക്ലാസ്സിൽ കിടന്ന് അലമ്പുണ്ടാക്കുമ്പോൾ ശല്യമായിട്ട് തോന്നുകയാണ്. എന്നിട്ട് അവൻ എണീറ്റിട്ട് പറയാണ് പ്രശ്നം ഉണ്ടാക്കാതെ സീറ്റിൽ പോയിരിക്കാൻ. അപ്പൊ ഈ ബഡ്ഡി പറയുന്നത് അവന്മാർ അനുസരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അവന്മാർക്കെല്ലാം അവനെ പേടിയാണ്. ഇതിനുശേഷം ഒരു ബാറ് അല്ലെങ്കിൽ ഒരു പബ് എന്നൊക്കെ പറയാം അവിടെ കാണിക്കുകയാണ്. അവിടെ ഈ റൗഡി പയ്യനാണെങ്കിൽ കൂട്ടുകാരുമായിട്ട് അവിടെ ചെന്നേക്കാണ്. വേറെ കുറെ കൂട്ടുകാരും ഉണ്ട് കേട്ടോ. ഇതേ നേരം അങ്ങോട്ടൊരു പയ്യൻ വരികയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പയ്യനാണ്. അതായത് ഇതാണെങ്കിൽ ഈ റൗഡിയുടെ കസിനാണ്. അപ്പൊ നമുക്ക് കസിൻ എന്ന് പറയാം. അപ്പൊ ഈ കസിൻ വന്നേക്കുന്നത് കുറച്ചധികം ഡ്രഗ്സ് ആയിട്ടാണ്. ആ ഡ്രഗ്സ് കൊണ്ടുവന്ന് അവിടെ ഉള്ള കുറെ ആൾക്കാർക്ക് കൊടുക്കുകയാണ്, കൂട്ടുകാർക്ക്. അതെല്ലാം കൂടെ തന്നെ നല്ലൊരു എമൗണ്ട് ഉണ്ട് കേട്ടോ. ആ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് അവൻ പുറത്തോട്ട് പോവാണ്. ഇതേ നേരം റൗഡി വിളിച്ചിട്ട് പറയാണ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. ഇതേ നേരം നമ്മുടെ ഹീറോയെ കാണിക്കണം കേട്ടോ. ഹീറോ പഠിച്ച് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. അവനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ കോച്ചിങ് ഒക്കെ ഉണ്ടല്ലോ, നീറ്റ് ജെയ് പോലെയൊക്കെ +2 പഠിക്കുമ്പോൾ തന്നെ +1 +2 ഒക്കെ. അതേപോലെ കൊറിയയിൽ അങ്ങനെ എന്തോ ഉണ്ട്, എന്തോ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് കോളേജിൽ കയറണമെങ്കിൽ. അതിനുവേണ്ടി അവൻ പ്രിപ്പയർ ചെയ്യാണ് ഏതോ ഒരു കോച്ചിങ് സെന്ററിൽ ഇരുന്നിട്ട്. അതാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനുശേഷം റൗഡി പയ്യനും മറ്റേ കസിനും സംസാരിക്കുകയാണ്. അപ്പൊ ഈ റൗഡി പയ്യൻ ചോദിക്കുന്നുണ്ട്, അതായത് ആ ഡ്രഗ് ഒരാളുടെ സ്കിന്നിൽ വെക്കുകയാണെങ്കിൽ എന്താ പറ്റുക? ഇതേ നേരം കസിൻ പറയും പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല, അവർക്ക് തലയിറക്കം വരും, അത് മാത്രമല്ല ഛർദ്ദിക്കാൻ തോന്നും, പിന്നെ നേരെ ചോദിയ ബ്രെയിനും വർക്കാവത്തില്ല എന്ന്. അപ്പൊ നീ ഇതെന്തിനാ ചോദിക്കുന്നതെന്ന് ഈ കസിൻ റൗഡി പയ്യനോട് ചോദിക്കുകയാണ്. അപ്പൊ റൗഡി പയ്യൻ വലുതായിട്ടൊന്നും പറയുന്നില്ല, അവൻ ചുമ്മാ അറിഞ്ഞിരിക്കാൻ ചോദിക്കുകയാണെന്ന് പറയാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് റോഡിൽ കൂടെ
നടന്നു പോവാണ് കേട്ടോ. ഇതേ നേരം കസിനും കുറച്ച് ആൾക്കാരും കൂടെ അവനെ തടയുകയാണ്. എന്നിട്ട് അവനെ ആ ഡ്രഗ്സ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കസിനൊക്കെ ആള് മാറിയതാണ്. വേറെ ആർക്കോ കൊടുക്കാൻ വെച്ച ഡ്രഗാണ് ഇവനെടുത്ത് നീട്ടുന്നത്. എന്നാൽ എവനാണെന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഇവനാണെങ്കിൽ വഴിയിൽ നിന്ന് മാറാനായിട്ട് ദേഷ്യപ്പെട്ട് പറയാണ്. അപ്പൊ മറ്റവന്മാരാണെങ്കിൽ ഇവനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ ഇവനാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് ഒരു പേന എടുത്ത് കൈ പിടിക്കുകയാണ്. അപ്പൊ ഈ കസിന് മനസ്സിലായി ഇനി വഴക്കിടാൻ നിന്ന് അവൻ അതെടുത്ത് കുത്തുവന്നു. അങ്ങനെ അവനാണെങ്കിൽ വന്നിട്ട് യവന്മാരെ പിടിച്ച് മാറ്റാണ്. ഹീറോനോട് പോവാൻ പറയാണ്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് നടന്ന് പോവാണ്. എന്തായാലും പിറ്റേ ദിവസം കാണിക്കുകയാണ് അവിടെ മറ്റേ കണ്ണാടി പയ്യൻ ഇരിപ്പുണ്ട് കേട്ടോ. ഈ കണ്ണാടി പയ്യന്റെ അടുത്ത് റൗഡി പയ്യൻ വന്ന് സംസാരിക്കുകയാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവനോട് പറയാണ്, എനിക്ക് നീ മറ്റേ സ്കൂളിൽ നിന്ന് മാറിയത് എന്തിനാണെന്നറിയാം. നീ അവിടുന്ന് കുറെ ബുള്ളി ചെയ്യപ്പെട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കണക്ക് നീ പോവുകയാണെങ്കിൽ നിനക്ക് പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. അതായത് ഈ കണ്ണാടി പയ്യനെ അവിടുന്ന് കുറെ ആൾക്കാർ ബുള്ളി ചെയ്തിട്ടാണ് അവൻ ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അവിടുത്തെ ബുള്ളി സഹിക്കാൻ വയ്യാതെ. അപ്പൊ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അതിനെക്കാട്ടിയും വലിയ ഭ്രാന്തന്മാരാണ് ഇവിടെ. അപ്പൊ യവന്മാര് ബുള്ളി ചെയ്യാതിരിക്കണമെങ്കിൽ ഈ റൗഡി പയ്യൻ കണ്ണാടിയോട് ഒരു കാര്യം പറയാണ്. അതായത് അവനാണെങ്കിൽ ഒരു സാധനം തരും, അതാണെങ്കിൽ ഹീറോന്റെ കഴുത്തിൽ ഒട്ടിക്കണമെന്ന്. അപ്പൊ ഈ കണ്ണാടി അത് ഒരു താല്പര്യം ഇല്ലാതെ അത് സമ്മതിക്കുകയാണ്. കാരണം അവന് വേറെ വഴിയില്ല. ഇതിനുശേഷം ക്ലാസ് റൂമാണ് കേട്ടോ കാണിക്കുന്നത്. ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിലോട്ട് ഷെയർ ചെയ്യാണ്. അങ്ങനെ ബഡ്ഡി ഷെയർ ചെയ്യുന്നത് ഹീറോയ്ക്ക്, ഹീറോ ഷെയർ ചെയ്യുന്നത് കണ്ണാടി പയ്യന്. അപ്പൊ ഈ കണ്ണാടി പയ്യൻ ആ ഡ്രഗ് എടുത്ത് കഴുത്തിൽ വെക്കാത്തതുകൊണ്ട് റൗഡി പയ്യൻ അവനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്, വെക്കാൻ പറയാണ് അത് പെട്ടെന്ന്. അങ്ങനെ ഹീറോ എക്സാം എഴുതുന്ന നേരം അവനാണെങ്കിൽ അവന്റെ കഴുത്തിനിട്ട് ഒരു അടി കൊടുക്കുകയാണ്. ഇതേ നേരം ഹീറോ തിരിഞ്ഞു നോക്കുകയാണ് രൂക്ഷമായിട്ട്. എന്നാൽ ഈ കണ്ണാടി പയ്യൻ പറയാണ്, നിന്റെ കഴുത്തിൽ ഒരു വണ്ടി ഇരുന്ന് അതിനടിച്ചു കൊന്നതാണ്. അപ്പൊ കുറച്ച് കഴിയുന്ന നേരം ഈ ഹീറോയ്ക്കാണെങ്കിൽ എക്സാം എഴുതാനും ഒന്നിനും പറ്റുന്നില്ല. അവൻ കുറച്ച് എഴുതിയിട്ട് അങ്ങ് മയങ്ങി വീഴാണ് കേട്ടോ. ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി ഓടുകയാണ് ഛർദ്ദിക്കാനായിട്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അതായത് മറ്റവൻ അടിച്ചില്ലായിരുന്നു കണ്ണാടി പയ്യൻ ഹീറോനെ. ഇതേ നേരം ഹീറോന്റെ കഴുത്തിലവ അത് ഒട്ടിച്ചായിരുന്നു കേട്ടോ ആ ഡ്രഗ്. എന്തായാലും ഹീറോ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ക്ലാസ് റൂമിൽ തിരിച്ചു വരുവാണ് ഛർദ്ദിച്ച ശേഷം. എന്നിട്ട് അവൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവൻ എക്സാം എഴുതാൻ പറ്റിയില്ല, അവനെ കൊണ്ട് പറ്റുന്നില്ല, തല കറങ്ങി ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ അത് പറ്റാത്തതുകൊണ്ട് അവൻ ആ ദേഷ്യം അവന്റെ ദേഹത്ത് തന്നെ തീർക്കുകയാണ്. അതായത് അവന് മനസ്സിലായി ഡ്രഗ് ഒട്ടിച്ചിട്ടുണ്ട് കഴുത്തിന്റെ ബാക്കിൽ, റൗഡി പയ്യന്റെ പരിപാടിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവൻ സ്വന്തം കവിളിൽ കുറെ വട്ടം അടിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട ടീച്ചറിനൊന്നും ഒന്നും മനസ്സിലായില്ല. ടീച്ചറൊക്കെ എന്തോന്ന് അറിയാതെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പൊ ടീച്ചർ ഇവനോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ അവനാണെങ്കിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയാണ്. ഇതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഈ പേപ്പർ ചെക്കിങ്, അതായത് എഴുതിയ ആൻസർ ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുകയാണ്. അപ്പൊ ഒരു പയ്യനാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയാണ്, അവിടെ മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. അതായത് OMR വെച്ചിട്ട് അടയാളപ്പെടുത്താണ്. അപ്പൊ 4ന്റെ ആൻസർ 1, 5ന്റെ ആൻസർ 2 അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞ് ഹീറോയ്ക്ക് അവ എഴുതിക്കൊണ്ടിരുന്ന സബ്ജക്ട് വരികയാണ് കേട്ടോ. അപ്പൊ അവൻ 15ാമത്തെ ക്വസ്റ്റ്യൻ വരെ എഴുതിയിട്ടുള്ളൂ, ബാക്കി എഴുതിയിട്ടില്ല. അങ്ങനെ അവനാണെങ്കിൽ ഒരു പേന എടുത്ത് കൈ പിടിച്ചിട്ട് ഡെസ്കിൽ ഒറ്റ അടിയാണ്. അപ്പൊ എല്ലാരും കൂടെ അവനെ നോക്കുകയാണ് കേട്ടോ. എല്ലാവരുടെ ശ്രദ്ധയും അവനിലോട്ടായി. അങ്ങനെ അവൻ പതിയെ എണീറ്റിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്. അതായത് അവൻ കുറെ പഠിച്ച ആളല്ലേ. അപ്പൊ അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അതായത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസിന്റെ ആക്സിലറേഷൻ ആണ്. എങ്ങനെ പറയാ, അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിന് വെയിറ്റ് കൂടുന്നതനുസരിച്ച് ആക്സിലറേഷൻ കൂട്ടുകയാണെങ്കിൽ ആ ചെന്ന് അടിക്കുന്നതിന് നല്ല പവർ കാണും. അങ്ങനെ അവ അത് ചിന്തിച്ചിട്ട് ഒരു കനമുള്ള ബുക്ക് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ റൗഡി പയ്യന്റെ മോന്തക്കിട്ട് ഒറ്റ അടിയാണ്. ആ അടിയിൽ അവൻ വീണു. പിന്നെ ഫ്രണ്ടിലിരുന്ന റൗഡിയുടെ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു പേനയും കുത്തിക്കയറ്റും. എന്നിട്ട് മറ്റവൻ ആ റൗഡീനെ കട്ടണിൽ പൊതിഞ്ഞിട്ട് എടുത്തിട്ട് ഇടിക്കുകയാണ് മോൻ നോക്കിയിട്ട്. പലതവണ ഇടിച്ചിട്ട് അവന്റെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരികയാണ്. അവൻ ബോധം കെട്ട് തറയെ വീഴാണ്. എന്നിട്ട് വീണ്ടും ഈ റൗഡീനെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന നേരം നമ്മുടെ ബഡ്ഡി എണീറ്റ് വരികയാണ് കേട്ടോ. ബഡ്ഡി വന്നിട്ട് അവനെ പിടിച്ച് മാറ്റുകയാണ്. എന്നിട്ട് നീ നിന്റെ ലിമിറ്റ് കഴിയുന്നുണ്ട്, റിവെഞ്ചൊക്കെ കൊള്ളാം, പക്ഷെ ആ ലിമിറ്റ് വിട്ടു പോവില്ലെന്ന് പറയും. ഇതേ നേരം ഹീറോയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഹീറോ ആണെങ്കിൽ അവന്റെ പൗച്ച് എടുത്തിട്ട് അവനെ എറിയാണ്. അതുപോലെ ഒരു കസേര എടുത്തിട്ട് അവനെ അടിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഒറ്റ അടി പോലും ബഡ്ഡിയുടെ ദേഹത്ത് കൊള്ളുന്നില്ല. അവനാണെങ്കിൽ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ച ആളാണ് കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ തിരിച്ചിടിച്ചിട്ട് അവനെ ഇടുകയാണ് തറയിൽ. ഇതേ നേരം ഹീറോ എണീറ്റ് വരികയാണ് തിരിച്ചിടിക്കാനായിട്ട്. എന്നാൽ അതേ നേരം ടീച്ചർ അങ്ങോട്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്താടാ നീയൊക്കെ കാണിക്കുന്നതെന്ന്. എന്നാലുണ്ടല്ലോ ബഡ്ഡി പറയാണ്, ഒന്നുമില്ല, യവന്മാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി കൂടിയപ്പോൾ ഞാൻ പിടിച്ചു മാറ്റിയതാണ്. എന്നിട്ട് ബഡ്ഡി ടീച്ചറിനോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. ഇതേ നേരം ബഡ്ഡി ഹീറോയോട് പറയുന്നുണ്ട് ക്ഷമ ചോദിക്കടാന്ന്. എന്നാൽ ഹീറോ ക്ഷമയൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. ഇവിടെ സീൻ കട്ടാവുകയാണ്. ഇതിനുശേഷം ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത്. മറ്റവന്റെ മൂക്കൊക്കെ ഇടിച്ച് പരത്തിയായിരുന്നു ഈ റൗഡിയുടെ. അതുകൊണ്ട് റൗഡീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. അങ്ങനെ റൗഡീന്റെ അടുത്ത് സംസാരിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ടീച്ചറും അവനോട് ചെന്നേക്കാണ്, അതായത് ഹീറോയിൻ. അപ്പൊ റൗഡിയുടെ അമ്മയുണ്ട് കേട്ടോ അവിടെ. റൗഡിയുടെ അമ്മയാണെങ്കിൽ ഹീറോനെ ഒരുപാട് ചീത്ത പറയാണ്. എന്നിട്ട് ഹീറോയോട് നിന്റെ അമ്മേനെ കൊണ്ടുവരാൻ പറയും. അപ്പൊ ഹീറോ പറയും എനിക്ക് അമ്മയില്ലാന്ന്. എന്നാലും നമുക്കറിയാം പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് റൗഡിയാണെന്ന്. അപ്പൊ ഈ അമ്മയ്ക്ക് പറഞ്ഞിട്ട് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഹീറോ റൗഡിയുടെ ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ബാഗിൽ നിന്ന് ആ ഡ്രഗ് എടുത്ത് പുറത്തിടുകയാണ്. അപ്പൊ അമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാര്യം റൗഡിയുടെ എല്ലാ പ്രശ്നവും. അപ്പൊ ഈ ഡ്രഗിന്റെ കേസൊക്കെ പുറത്തറിയുകയാണെങ്കിൽ റൗഡീനെ എന്തായാലും പോലീസ് പിടിച്ചോണ്ട് പോകും. പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് ജുവനൈൽ
ജുവനൈൽ ഹോമിൽ കൊണ്ടാക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നം സോൾവ് ആക്കാൻ ഈ അമ്മ ടീച്ചറിനോട് പറയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയുണ്ട്, അതായത് അടി കൂടിയുണ്ട്, സ്കൂളിൽ നിന്ന് എന്തായാലും ഡിസ്മിസ് കിട്ടത്തില്ല, അവൻ സ്കൂൾ മാറേണ്ടി വരത്തില്ല. സാധാരണ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും. അപ്പം ഹീറോയ്ക്ക് അവിടെ നിന്ന് പോവേണ്ടി വരത്തില്ല കേട്ടോ. ഈ റൗഡി പയ്യൻ നല്ല പൈസയുള്ള വീട്ടിലായോണ്ട് അവനും പോവേണ്ടി വരത്തില്ല. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹീറോ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അപ്പൊ ഹീറോയുടെ കയ്യിൽ മുറിവ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ കണ്ടിട്ട് ചോദിക്കാണ്, നീ സ്കൂളിൽ അടി ഉണ്ടാക്കിയെന്ന്. സാധാരണ അവൻ സ്കൂളിൽ അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കാത്തൊരു പയ്യനാണ്. അപ്പൊ അച്ഛന് ചെറിയൊരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ, മോൻ അടി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ. മോനെ സപ്പോർട്ട് ചെയ്യാണ് അച്ഛൻ. ആൺപിള്ളേരൊക്കെ ആകുമ്പോൾ 2-3 അടിയൊക്കെ ഉണ്ടാകും, അതൊന്നും സാരമില്ലാന്ന്. നല്ല അച്ഛനല്ലേ. എന്നിട്ട് അച്ഛന്റെ കുറെ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛന് സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ. ഇതിനുശേഷം പിറ്റേന്ന് സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂളിൽ നമ്മുടെ ഹീറോ വീണ്ടും രാവിലെ വന്നിരുന്ന് പഠിക്കുകയാണ്. ഇതേ നേരം റൗഡി പയ്യന്റെ കൂട്ടുകാരങ്ങോട്ട് വരികയാണ് കേട്ടോ. ആ 2 പയ്യന്മാരില്ലേ, അവന്മാര് വന്നിട്ട് ഹീറോയോട് ഒന്ന് സംസാരിക്കണമെന്ന് പറയണം. അതായത് ടെററായിട്ട് അടിച്ചു തീർക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യവന്മാര് വിചാരിച്ചത് പിന്നെപ്പോഴെങ്കിലും അടി കൂടാന്നാണ് ക്ലാസ് കഴിഞ്ഞിട്ട്. ഈ ഹീറോ ആണെങ്കിൽ അപ്പൊ പറയാണ്, നമുക്ക് ഇപ്പൊ തന്നെ തീർക്കാന്ന് പറഞ്ഞിട്ട് യവന്മാരെയും കൊണ്ട് ടോയ്ലറ്റിലോട്ട് പോവാണ്. ഇതേ നേരം ക്ലാസ്സിലെ എല്ലാമാരും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടോയ്ലറ്റിന്റെ പുറത്ത് നിന്ന് നോക്കുകയാണ് ഇപ്പൊ അടിയാവോ എന്നൊക്കെ. എന്നാലുണ്ടല്ലോ ഹീറോ എന്നിട്ട് ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. അപ്പൊ അവന്മാർക്ക് എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റത്തില്ല. ഇതേ നേരം ഹീറോ പോക്കറ്റിൽ നിന്ന് ഒരു പേന എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ പേന ഞെക്കി അതിനെ മൊന വരുത്തുകയാണ്. എന്നിട്ട് ഒരു എക്സ്പെരിമെന്റ് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു പട്ടീനെ മണി അടിച്ച് വിളിക്കുകയാണെങ്കിൽ അത് വന്നാൽ അതിന് കുറച്ച് ഫുഡ് കൊടുക്കണം. അപ്പൊ വീണ്ടും മണി അടിക്കുമ്പോൾ അത് എന്തായാലും വരും. പിന്നെ അത് മണി അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായാലും വരും. അപ്പം അവൻ വിചാരിച്ചിരിക്കുന്നത് കറക്റ്റാണ്. ആ എക്സ്പെരിമെന്റ് ആലോചിച്ചിട്ട് അവനാണെങ്കിൽ ആ പേന എടുത്ത് കാണിക്കുകയാണ്, അതായത് കൈ പിടിക്കുകയാണ്. അപ്പൊ ഈ പേന കാണുന്ന സമയത്ത് അവന്മാർ എന്തായാലും വരണ്ടു പോവാണ്. കാരണം കയ്യിൽ കുത്തു കിട്ടി, മറ്റവനെ ഇടിച്ച് പരത്തുകയും ചെയ്തു. അപ്പൊ ഇത് കണ്ടിട്ട് അവന്മാർ പേടിച്ചിട്ട് ബാക്കിലോട്ട് നടന്ന് മാറുകയാണ് കേട്ടോ. എന്നിട്ട് ഹീറോ വലുതായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, അവൻ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങി പോവാണ് കേട്ടോ. ഇതേ നേരം ക്ലാസ്സിലെ കുറെ പിള്ളേർ ഇവനെ വളയുകയാണ്. എന്നിട്ട് അതിന്റെ അകത്ത് എന്തൊക്കെയാ ഉണ്ടായെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. നീയൊക്കെ ആരാന്ന് ചോദിച്ചിട്ട് അവന്മാർ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ക്ലാസ്സിൽ പോയിരുന്ന് വീണ്ടും പഠിക്കാൻ തുടങ്ങുകയാണ്. ഇവ ഈ പഠിക്കുന്ന നേരത്ത് ഇവന് എഴുതാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തായാലും സ്ട്രെസ് കാണും. അവന്റെ കൈ വിറയ്ക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ട് ബഡ്ഡി വരികയാണ്. ബഡ്ഡി വന്നിട്ട് ഹീറോയോട് ചോദിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു. ഇതിനുശേഷം ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ റൗഡി പയ്യൻ വയ്യാതെ കിടക്കില്ലേ. അപ്പൊ ഈ റൗഡി പയ്യനെ കാണാനായിട്ട് കസിൻ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് കസിൻ അവനോട് പറയാണ്, നിനക്ക് പ്രതികാരം ചെയ്യണോ, എന്നാ പിന്നെ എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി, ഞാൻ അവനക്ക് വേണ്ടി കൊട്ടേഷൻ ആയിട്ട് അവന്റെ കൈ അടിച്ചൊടിക്കാന്ന് പറയാണ്. അപ്പൊ ഈ റൗഡി പയ്യൻ അതിന് സമ്മതിക്കുകയാണ് കേട്ടോ. പൈസ കൊടുത്തിട്ട് അവനെ കൊണ്ട് അടിപ്പിക്കാനുള്ള പ്ലാനാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ബസ്സിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇതേ നേരം ബഡ്ഡി ആണെങ്കിൽ അവന്റെ സ്കൂട്ടിയായിട്ട് അങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ, അവൻ ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പം അവനാണെങ്കിൽ ഗ്ലാസ് തുറക്കാൻ പറയാണ് ബസ്സിന്റെ. എന്നിട്ട് അവനോട് സംസാരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം ഹീറോ ആണെങ്കിൽ അവനോട് സോറി പറയുന്നുണ്ട്. അപ്പൊ ഈ ബഡ്ഡി ഒന്നും മനസ്സിൽ വെക്കുന്ന ആളെന്നല്ല കേട്ടോ, നല്ല കൂളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവൻ പറയാണ്, അതൊന്നും സാരില്ല, നീ എനിക്ക് കുറച്ച് ഫുഡ് വാങ്ങിച്ചു തന്നാൽ മതി, ഞാനത് ക്ഷമിച്ചോളാം. നല്ലൊരു പയ്യനാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോന്റെയും ബഡ്ഡിയുടെയും ലൈഫ് സ്റ്റൈൽ കാണിക്കുകയാണ്. രണ്ടുപേരും 2 സാഹചര്യമാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ ആണെങ്കിൽ പഠിക്കുക, വീട്ടിൽ വരിക, അവന്റെ ചെലവെല്ലാം അവന്റെ പേരൻസ് ആണ് നോക്കുന്നത്. എന്നാലും നമ്മളെ ബഡ്ഡി ആണെങ്കിൽ രാത്രി മൊത്തം ജോലി ചെയ്യും. അത് മാത്രമല്ല സ്കൂളിലാണ് കിടന്നുറങ്ങുന്നത്. സ്കൂളിൽ വന്ന് അവിടത്തെ ഷവറിൽ അവിടത്തെ വെള്ളം വെച്ച് കുളിച്ചിട്ടാണ് അവൻ കിടന്നുറങ്ങുന്നത് കേട്ടോ. അങ്ങനെ പിറ്റേന്നാവാണ്. പിറ്റേന്ന് നമ്മുടെ ഹീറോ ക്ലാസ്സിലോട്ട് വരികയാണ്. ക്ലാസ്സിലോട്ട് വരുന്ന നേരത്ത് ബഡ്ഡി അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. എന്നാൽ എല്ലാ ദിവസവും ഹീറോ വരുമ്പം കർട്ടൻ തുറക്കാറുണ്ട്. ഇന്നത്തെ ദിവസം ഹീറോ കർട്ടൻ തുറക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഹീറോയ്ക്ക് അറിയാം ബഡ്ഡി ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, അവന്റെ ഉറക്കം കളയണ്ടെന്ന് വെച്ചിട്ടാണ് അവൻ കർട്ടൻ തുറക്കാഞ്ഞത് കേട്ടോ. ഇതിനുശേഷം ലഞ്ച് ബ്രേക്ക് ആവാണ്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആവുന്ന സമയത്ത് ഹീറോ ബഡ്ഡിയെ ചെന്ന് വിളിക്കുകയാണ്. അവൻ എപ്പോഴും ഉറക്കമല്ലേ. എന്നിട്ട് അവനെ വിളിച്ചിട്ട് പറയാണ്, ബാ ഫുഡ് വാങ്ങിച്ചു തരാം. അങ്ങനെ അവനെ കൊണ്ടുവരുന്നതാണെങ്കിൽ ഒരു ക്യാൻറ്റീനിലാണ് കേട്ടോ, സ്കൂളിന്റെ ക്യാൻറ്റീനിൽ. സത്യം പറഞ്ഞാൽ അവിടെ പൈസ കൊടുക്കണ്ട, സ്കൂള് അവരുടെ പൈസ വെച്ചിട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ ഈ ക്യാൻറ്റീനിലെ പൈസ ബഡ്ഡി ഓൾറെഡി അടച്ചതാണ്. അതായത് ഹീറോ അല്ല ബഡ്ഡിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതേ നേരം ബഡ്ഡി ചോദിക്കുന്നുണ്ട്, ഇതാന്നോടാ നീ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ്. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. ഈ ഹീറോ ആരടുത്തും വലുതായിട്ട് മിണ്ടത്തൊന്നുമില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഹീറോ ഒരാളടുത്ത് മിണ്ടിയത് ക്ലാസ് റൂമിൽ. അത് നമ്മുടെ ബഡ്ഡിയുടെ അടുത്താണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന കുറെ ആൾക്കാർ, അതായത് കുട്ടികൾ ഇവനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയാണ്. അതായത് ഹീറോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവ എന്താ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാന്, എന്തായിരിക്കും കാരണം. അപ്പൊ അതിലൊരുത്തൻ പറയാണ്, അതായത് ഈ റൗഡി പയ്യന്റെ ഒരു ഡ്രഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് റൗഡി പയ്യന്റെ പ്രശ്നം, അതുകൊണ്ടാണ് ഹീറോനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാഞ്ഞെന്ന്. അത് മാത്രമല്ല ഹീറോയും ബഡ്ഡിയും നല്ല കൂട്ടുകാരാന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവര് നല്ല കൂട്ടുകാരൊന്നും അല്ല, അവരിപ്പം പരിചയപ്പെടുന്നേ ഉള്ളൂ. ഈ ഫൈറ്റിന് ശേഷമാണ് അവർ അത്യാവശ്യം മിണ്ടാനൊക്കെ തുടങ്ങിയത്. ഇതിനുശേഷം ഒരു പയ്യനെ കാണിക്കുകയാണ് കേട്ടോ. അവനെന്തോ മൊബൈലിൽ ഗെയിം കളിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ റമ്മിയൊക്കെ പോലില്ലേ, അതേപോലെ ഒരു ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഗെയിമാണ്. അതിനകത്ത് കളിച്ചിട്ട് അവൻ തോക്കുകയാണ് കേട്ടോ. എന്നിട്ട് മറ്റേ കസിനൊക്കെ വേറെ ഒരു പരിപാടിയുണ്ട്, ലോൺ കൊടുക്കുന്ന പരിപാടി. എന്നിട്ട് അവന്മാരെയൊന്നും ഒപ്പിട്ട് വാങ്ങുകയാണ്. അതായത് പൈസ വാങ്ങിച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്, അത് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അവൻ കൊടുക്കാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്, പിന്നെ
2-3 പേരും ഉണ്ട്. നമുക്ക് അവളെ പെൺകുട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ വേണ്ട റൗഡി പെൺകുട്ടി എന്ന് പറയാം. എന്തായാലും യവന്മാരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയൊക്കെയാണ്, ഈ റൗഡി പയ്യനും പിന്നെ ഈ കസിനും പിന്നെ അവരെല്ലാരും കൂടെ. എന്നിട്ട് ഈ ഹീറോനെ തല്ലാനുള്ള പ്ലാൻ ചെയ്യാണ് കേട്ടോ, അവന്റെ കൈ അടിച്ചൊടിക്കാനുള്ള പ്ലാൻ. ഇതിനുശേഷം ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന നേരം മറ്റേ കണ്ണാടി പയ്യനാണെങ്കിൽ അവന്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുകയാണ്. എന്നാൽ ഹീറോ പറയും ഞാൻ നിന്റെ അടുത്ത് ക്ഷമിക്കത്തില്ല എന്ന്. അവൻ കാരണമല്ലേ എക്സാം എഴുതാൻ പറ്റാഞ്ഞത്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഹീറോ പുറത്തോട്ട് നടക്കുന്ന നേരം മറ്റേ അവന്മാരാണെങ്കിൽ അവനെ പിടിച്ച് തടയുകയാണ് ഹീറോനെ. എന്നിട്ട് മറ്റേ കസിൻ ഹീറോനോട് പറയാണ് നീ ഒന്നും പേഴ്സണൽ ആയിട്ട് എടുക്കല്, ഇത് ജസ്റ്റ് ഒരു കൊട്ടേഷൻ മാത്രമെന്ന് പറഞ്ഞിട്ട് അവന്റെ മോന്തക്കിട്ടൊരു അടിയാണ് കേട്ടോ. എന്നിട്ട് അവനെയും വലിച്ചെടുത്തോണ്ട് എങ്ങോട്ടോ പോവാണ്. ഇത് ആ സ്കൂളിലുള്ള എല്ലാരും കാണുന്നുണ്ട്, പക്ഷെ ആരും റിപ്പോർട്ട് ചെയ്യോ ഒന്നും ചെയ്തില്ല. ഇതേ നേരം കണ്ണാടി പയ്യനും ഇത് കാണുന്നുണ്ട് കേട്ടോ. കണ്ണാടി പയ്യൻ ഓടി ചെന്നിട്ട് ബഡ്ഡിയെ വിളിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ ആകെ മാർഷ്യൽ ആർട്സ് അറിയാവുന്നത് ബഡ്ഡിക്ക് മാത്രമാണ്. ബഡ്ഡിയെ വിളിച്ചിട്ട് പറയാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഹീറോനെ അവന്മാര് പിടിച്ചോണ്ട് പോയെന്ന്. അപ്പൊ ആദ്യം ബഡ്ഡി പറയും എനിക്കിന്ന് വയ്യടാന്ന്. എന്നാലുണ്ടല്ലോ ഈ കണ്ണാടി പയ്യനാണെങ്കിൽ അവന് കിട്ടുന്നതിന്റെ 2 ഇരട്ടി ശമ്പളം ഇന്ന് പേ ചെയ്യാന്ന് പറയും. അത് കേൾക്കുമ്പോൾ ബഡ്ഡി സമ്മതിക്കും കേട്ടോ. അങ്ങനെ അവന്മാരാണെങ്കിൽ ബഡ്ഡിയുടെ സ്കൂട്ടിയിൽ കയറിയിട്ട് അവനെ രക്ഷിക്കാൻ പോവാണ് കേട്ടോ, ഡെലിവറി ബൈക്കിനകത്ത്. അപ്പൊ നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോയെ അവന്മാരൊരു ഫിറ്റിയിൽ ചെറുത് വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് കസിനാണെങ്കിൽ റൗഡി പെൺകുട്ടിയോട് പറയാണ് അവിടെ പോയി നോക്ക് ആരെങ്കിലും വരുന്നുണ്ടോന്ന്. അതായത് ഇവരൊരു സ്ഥലത്താണ്, അങ്ങോട്ട് ആരും പെട്ടെന്ന് കയറി വരത്തില്ല. അപ്പം ഇവർക്ക് അവനെ പെട്ടെന്ന് അടിക്കാൻ പറ്റും, എന്നിട്ട് ഓടി രക്ഷപ്പെടാനും പറ്റും. ഇതേ നേരം ആ പെൺകുട്ടി പോയി നോക്കുകയാണ് കേട്ടോ ആരെങ്കിലും വരുന്നോന്ന്. അപ്പം ഹീറോയെ അടിക്കാൻ നിൽക്കുന്ന നേരം ഹീറോ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നെ വെലോസിറ്റിയിൽ അടിച്ച് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ ഹീറോ കുറെ ആൾക്കാരുണ്ട് ഹീറോന്റെ ചുറ്റും. അങ്ങനെ ഹീറോ ആണെങ്കിൽ തൊട്ട് സൈഡിൽ ഒരു പൂച്ചട്ടി കാണുകയാണ്. ഈ പൂവൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ചട്ടി, അതെടുത്തിട്ട് മറ്റവന്റെ തലകിട്ടൊരു അടിയാണ് കസിന്റെ. എന്നിട്ട് ബാക്കി നിൽക്കുന്നവന്മാരുടെ കണ്ണിൽ മണ്ണും വരി ഇട്ടിട്ട് എങ്ങനെയൊക്കെ അവന്മാരെ അടിച്ചിട്ട് അവിടെ നടന്നു പോവാണ് കേട്ടോ. അപ്പൊ മറ്റേ കൂട്ടുകാരൻ പയ്യന്മാർ അവിടെ നിൽപ്പുണ്ട്, റൗഡിയുടെ കൂട്ടുകാരന്മാര്. അവന്മാർ അവനെ തടയുന്നില്ല കേട്ടോ. അവൻ ആ പേന എടുത്ത് കാണിക്കുകയാണ്, എന്നിട്ട് മാറാൻ പറയാം. അവന്മാര് മാറിയിട്ട് ഹീറോ അവിടെ നിന്ന് നടന്നു പോവാണ്. അപ്പൊ ഹീറോ നടന്നു പോകുന്ന നേരത്ത് കസിനാണെങ്കിൽ അവനെ തൂക്കിയെടുത്തൊരു സൈഡിൽ ഇടുകയാണ് കേട്ടോ. ഇതേ നേരം കസിൻ മാറി നിൽക്കുകയാണ്. ഈ റൗഡി പയ്യനും കൂട്ടുകാരും കൂടെ അവനെ പിടിച്ചു വെച്ചിട്ട് അവന്റെ കൈ ചവിട്ടി ഞെരിക്കുകയാണ്. ഇതേ നേരം ബഡ്ഡി അങ്ങോട്ട് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് ബഡ്ഡി വന്നിട്ട് എല്ലാത്തിനെയും അടിച്ച് തറയിടുകയാണ്. എന്നിട്ട് ഹീറോനെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന നേരം മറ്റേ കസിൻ ആണെങ്കിൽ പിറകെ ചെന്നിട്ട് ബഡ്ഡിന്റെ പിറകിൽ അടിയാണ് കേട്ടോ. അങ്ങനെ ബഡ്ഡിയും കസിനും കൂടെ അടിയുണ്ട്. അതൊക്കെ കാണാൻ നല്ല അടിപൊളി സീൻസ് ആണ്. അപ്പൊ രണ്ടുപേരും അടിപൊളി ഫൈറ്റേഴ്സ് ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോനെ നോക്കുകയാണെങ്കിൽ അവന്മാര് കൈ ചവിട്ടി അരയ്ക്കുകയാണ് കേട്ടോ. ഇതേ നേരം കണ്ണാടി പയ്യനാണെങ്കിൽ ഓടി വന്നിട്ട് ഒറ്റ തട്ടാണ് റൗഡി പയ്യൻ പോയി മറിഞ്ഞു വീഴാണ് കേട്ടോ. ഇതേ നേരം ബഡ്ഡി എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബഡ്ഡി ഈ റൗഡി പയ്യനോട് ചോദിക്കുകയാണ് നിനക്കൊന്ന് നാണം ഇല്ലടാ ഒരു പയ്യനെ എല്ലാരും കൂടെ ചേർന്ന് കൂട്ടം കൂടി തല്ലാൻ? അങ്ങനെയാണെങ്കിൽ നീയൊക്കെ ഒറ്റയ്ക്ക് തല്ലണം, നീക്ക് എന്തോടാ ആമ്പിള്ളാര് തന്നെയാണോ? ഇതിനുശേഷം കസിൻ എല്ലാരെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുന്ന നേരത്ത് ഈ റൗഡി പയ്യൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ അവന്റെ തലയിലിരുന്ന തൊപ്പിയൊക്കെ എടുത്ത് തറയിൽ എറിയാണ്. അപ്പൊ ഹീറോയ്ക്കിട്ട് എന്തായാലും അവൻ പണി കൊടുക്കും കേട്ടോ. ഇതിനുശേഷം ഹീറോയും ബഡ്ഡിയും പിന്നെ കണ്ണാടി പയ്യനും കൂടെ പുറത്തോട്ട് നടന്നു വരികയാണ്. എന്നിട്ട് ബഡ്ഡി പറയാണ് ഇവിടെ നല്ലൊരു കടയുണ്ട്, അവിടെ അടിപൊളി ഫുഡ് കിട്ടും, നമുക്ക് പോയി കഴിച്ചാലോ എന്ന്. എന്നിട്ട് അവന്റെ ഡെലിവറി ബൈക്ക് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 പേരും കൂടെ അതിനകത്ത് കയറിയിട്ട് ആ കടയിൽ വരികയാണ്. അത് വേറൊരു കടയല്ല, നമ്മുടെ ബഡ്ഡി അവിടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഈ ബഡ്ഡി ആണെങ്കിൽ സമയം താമസിച്ചിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. എന്തായാലും ഈ ബഡ്ഡി അവന്മാരെ കൊണ്ടിട്ട് കുറെ പണി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരുത്തനാണെങ്കിൽ പെട്ടി ചുമക്കുന്നു, വേറൊരുത്തൻ പാത്രം കഴുകുന്നു, ഒരുത്തൻ തറ തുടയ്ക്കുന്നു. അങ്ങനത്തെ ഒരു രീതിയിൽ പോവാണ് കേട്ടോ. ഇതിനുശേഷം ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കൂട്ടുകാരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന നേരം ബഡ്ഡി ആണെങ്കിൽ ഒരു ഇലയിൽ കുറച്ച് കൂടുതൽ ചിക്കൻ വെച്ചിട്ട്, ചിക്കനോ മീറ്റോ അല്ലെങ്കിൽ പോർക്കോ ബീഫോ എന്തോന്നറിയില്ല, അത് വെച്ചിട്ട് അവൻ കഴിക്കുകയാണ്. ഒരു സോസും ഉണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ കണ്ണാടി പയ്യനും ഒന്ന് ട്രൈ ചെയ്യാണ്. എന്നാൽ നമ്മുടെ ഹീറോ മാത്രം ട്രൈ ചെയ്യുന്നില്ല കേട്ടോ. അവനങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ നേരം ബഡ്ഡി ആണെങ്കിൽ കുറച്ച് പൊതിഞ്ഞിട്ട് ആ കൈ വെച്ചിട്ട് തന്നെ അവന്റെ വായിലോട്ട് കഴിച്ചെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നാൽ ഹീറോ ചോദിക്കുകയാണ് നീ നിന്റെ കൈ കഴുകിയോടാന്ന്. അപ്പൊ ബഡ്ഡി ഞാൻ കഴുകിയാൽ എന്താ കഴുകിയില്ലെങ്കിൽ എന്താ, കൈ വെച്ച് തിന്നുന്നതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് പറയാണ്. എന്നിട്ട് അവന്റെ വായിൽ ആ ഫുഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ അവൻ കഴിക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് ചെറിയൊരു തെളിച്ചവും ചിരിയൊക്കെ വരുന്നുണ്ട്. ഇതിനുശേഷം എല്ലാവരും വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ മറ്റേ കണ്ണാടി പയ്യനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ബഡ്ഡിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇന്ന് പോയ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇനി അങ്ങനത്തെ സ്പോട്ട് ഉണ്ടെങ്കിൽ പറ നമുക്ക് പോയി കഴിക്കാന്ന്. ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് തിരിച്ച് ഫോളോ ചെയ്യാനും പറയുന്നുണ്ട്. ഇതിനുശേഷം ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പഠിക്കുകയാണ്. അവന്റെ അമ്മയുടെ ക്ലാസ് തന്നെയാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ ബഡ്ഡി ആണെങ്കിലുണ്ടല്ലോ ഒരു സോഫയിൽ കിടന്ന് ഓരോ ബിസിനസിനെ പറ്റിയൊക്കെ കാണുകയാണ്. അതായത് ബിസിനസ് ചെയ്താൽ എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും, ഈ കൊറിയയിൽ കുറെ പൈസ ഉണ്ടാക്കാനുള്ള കുറെ മാർഗങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ കാണുകയാണ്. ഇതേ നേരം ഒരു ഡെലിവറി അവന്റെ ഫോണിലോട്ട് വരികയാണ്. അതായത് ഡെലിവറി കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരത്തില്ലേ, അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അടുത്ത ഡെലിവറി വരുമ്പം എന്തായാലും പിന്നെ കാണിക്കുന്നത് ഒരു ബോസിനെയാണ് കേട്ടോ. അതായത് ഈ കസിനൊക്കെ വേറൊരു ബോസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങേരാണെങ്കിൽ കസിനോട് ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ എങ്ങനെ തല്ലിയത്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ്, അതായത് 2ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഞാൻ 1, 2 ചെയ്തിട്ടുണ്ട്. 2ാമത്തെ എപ്പിസോഡ്
എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലൊക്കെ അടിപൊളി ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ കഥ അടിപൊളിയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത എപ്പിസോഡായിട്ട് വരാം. ഓക്കെ, ബൈ.